മോളിക്കുട്ടിയേ, ഇന്ന് എന്നതാ അത്താഴത്തിന്? പാൽക്കഞ്ഞി പോരായോ? ഓ മതിയേ. അത് കഴിയുമ്പോഴേ ഇതും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചേക്ക്. നാളെ രാവിലെ അപ്പത്തിന് വെജിറ്റബിൾ സ്റ്റൂവാ കറി. അതാ നല്ലത്. ഓ പിന്നെ ഭാര്യയ്ക്ക് മുമ്പിൽ ഭർത്താവ് നിരുപാധികം കീഴടങ്ങുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതത്തിന്റെ പേരാണ് കുടുംബ സമാധാനം എന്ന സത്യം. സ്വന്തം അനുഭവത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ മഹത് വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് കുര്യാക്കോസ്. ഇത് വേണ്ടേ? ഇതെന്താ? വേണം വേണം. ഓക്കേ. ഇത്രയും മതി. തേങ്ങാപ്പാലിനുള്ളതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടേ. ഓക്കെ. പിന്നെ എന്നതായി നോയിക്കൊണ്ടിരിക്കുന്നേ? തുടങ്ങിക്കോ. എന്താടോ സാർ എനിക്കെന്ന പ്രശംസാപത്രങ്ങളാണ് സാർ. ഒന്നും വെറുതെ ആയിരുന്നില്ലല്ലോ. വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നില്ലേ? 70ഓളം ചെക്ക് കേസുകളിലെ പ്രതി, തനി ഫ്രോഡ്. എന്നിട്ട് ഒരൊറ്റ തവണയെങ്കിലും അവനെ പിടിച്ച് എൻ്റെ മുന്നിൽ ഹാജരാക്കാൻ പറ്റുമോ തനിക്ക്? സാർ എടോ, എൻ്റെ 10-30 കൊല്ലത്തെ കോടതി ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാ ഇതുപോലൊരു പ്രതിയും തന്നെ പോലെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനും. സമ്മതിച്ചു സാർ, എല്ലാം എൻ്റെ കഴിവേടാ. പോലീസിന്റെ മുന്നിൽ നിന്ന് കണ്ണുവെട്ടിച്ച് പിടികിട്ടാ പുള്ളികളായി മുങ്ങി നടന്ന എത്ര പ്രതികളെ പുഷ്പം പോലെ പിടിച്ചിട്ടുള്ളവൻ ഈ CI രാധാകൃഷ്ണൻ. ഞാൻ പോലും അവൻ്റെ മുമ്പിൽ തോറ്റു തൊപ്പിയിട്ട് പോയി സാർ. അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ് സാർ ഈ രാത്രി തന്നെ സാറിൻ്റെ മുമ്പിൽ വന്നത്. പാതിരാത്രിക്കാണോടോ പ്രായശ്ചിത്തം ചെയ്യുന്നത്? സോറി സാർ. സേവറെ, അവനെ കൊണ്ടുവാ സാർ. നമസ്കാരം സാർ. ഇവനാണ് സാർ ഇത്രയും കാലം സാറിന്റെ വായിൽ തന്നെ ചീത്ത കേൾപ്പിച്ച ആ 70 ചെക്ക് കേസിലെ പ്രതി വിവേകാനന്ദൻ. വിവേകാനന്ദൻ, ആ പേരിൽ ഇന്ത്യയിൽ ഒരു മഹാൻ ജീവിച്ചിരുന്നു. അതറിയോ തനിക്ക്? അറിയാൻ സാർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ വിവേകാനന്ദ സ്വാമിയല്ലേ? ഷിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി ലോകം ജയിച്ചു വന്ന സന്യാസി. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമോ സാർ? എന്നിട്ടാണോ ആ മഹാന്റെ പേര് വിട്ട് ഈ കണ്ട തോന്നിയാസങ്ങൾ മുഴുവൻ താൻ കാണിച്ചു കൂട്ടിയത്? പേരിട്ടത് ഞാനല്ലല്ലോ സാർ, എന്റെ അച്ഛനല്ലേ. ഈ പേരൊരു പാരയാവുന്ന പലവട്ടം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ള മറുപടി സാറിന് കേൾക്കണോ? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ ആളാ സ്വാമി വിവേകാനന്ദൻ. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് നിനക്കൊരു ദിവസം മനസ്സിലാകും. അന്നേ നിന്റെ പേരും നിനക്ക് അഭിമാനം തോന്നും, പേരിട്ട ഈ അച്ഛനോടും. കൊള്ളാം, അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അല്ലടോ, എനിക്കൊരു സംശയം. താൻ എങ്ങനെ ഇത്രയും കാലം ഇയാളുടെ പിടിയിൽ വീഴാതിരുന്നത്? സാറ് ചോദിച്ചിട്ടില്ല. അത് പിന്നെ ഈ പോലീസും പ്രതിയും തമ്മിൽ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? പ്രതിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം, പോലീസിന് പ്രതിയുടെ പുറകിൽ മാത്രമല്ലേ ഓടാൻ പറ്റൂ. സാർ, പേപ്പേഴ്സ് ഒക്കെ റെഡിയാണ്. റിമാൻഡ് ചെയ്യാൻ പോവാണോ? ഇപ്പോഴോ? ഇവിടെ വെച്ചോ? എടോ, മജിസ്ട്രേറ്റ് എവിടെയാണോ ഉള്ളത് അതാണ് കോടതി. അതറിയാം സാർ. ഹാജരാക്കുന്ന ഏത് പ്രതിയെയും മുഖം പോലും നോക്കാതെ 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്ത് കളയും, അതും അറിയാം. പക്ഷേ ഈ കേസിൽ എനിക്ക് പറയാനുള്ളത്, അത് കേൾക്കാനുള്ള സന്മനസ് സാർ എന്നോട് കാണിക്കണം, പ്ലീസ്. ഇയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അത് വേണം സാർ. പുറത്തു നിൽക്കടോ. സാർ, ദാ, മോളിക്കുട്ടി പ്രാർത്ഥിച്ചു വരുന്നതിന് മുമ്പ് ഈ പച്ചക്കറി മുഴുവൻ നുറുക്കി വെക്കണം. രാവിലത്തെ വെജിറ്റബിൾ സ്റ്റൂവിനുള്ളതാ. സാർ, അപ്പൊ എനിക്ക് പറയാനുള്ളത് കേൾക്കാടോ. നാവ് കൊണ്ടല്ലോ താൻ പച്ചക്കറി അരിയുന്നത്, കത്തി കൊണ്ടല്ലേ. താൻ പറഞ്ഞോ. സാർ. എടോ വിവേകാനന്ദ, തന്നെ 14 ദിവസം റിമാൻഡ് ചെയ്യാനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ടായിട്ടും അത് ചെയ്യാതെ തനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറായ ഒരു മജിസ്ട്രേറ്റ് ആണ് ഞാൻ. മനസ്സിലായോ? അതുകൊണ്ട് ആദ്യം പച്ചക്കറി, അതിന്റെ ഇടയിൽ മതി തന്റെ ജീവിത കഥയുടെ വിസ്താരം. സാർ, ഇഞ്ചി, ജിഞ്ചർ ഇത് മിക്സിയിലിട്ട് അടിക്കണോ അതോ കുരുകുരാന്ന് അരിയണോ? തന്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ ചെയ്യും. പാലത്ര ബാലകൃഷ്ണൻ എൻ്റെ അച്ഛൻ. ഞങ്ങളുടെ പ്രദേശത്തെ ഒരിടത്തരം നേതാവായിരുന്നു അച്ഛൻ.
ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും ധീരമായി പടപൊരുതിയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും തരാൻ കഴിയാത്ത ഈ സർക്കാരുകൾ ഈ നാടിന്റെ ശാപമാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മക്കളിൽ ആണായി പിറന്നത് ഞാൻ മാത്രമായതുകൊണ്ടാവണം, രാഷ്ട്രീയം കഴിഞ്ഞാൽ അച്ഛന് പിന്നെ ഇഷ്ടം എന്നെയായിരുന്നു. ആ ഇഷ്ടം അച്ഛൻ പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. മോനെ, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ലോകം മുഴുവൻ കടക്കിണിയിൽ മുങ്ങിത്താഴുമ്പോ നിനക്ക് മാത്രം അതിന്നൊരു മോചനമില്ല വിവേകാനന്ദ. അച്ഛന്റെ കടങ്ങൾ സന്തോഷപൂർവ്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇനി ഇത് നീ വീട്ടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്റെ ഈ കത്തിലെ വിവരങ്ങൾ അമ്മയോ നിന്റെ കൂടപ്പിറപ്പുകളോ ഒരു കാരണവശാലും അറിയരുത്. അറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. സതിച്ചേച്ചി എന്റെ മൂത്ത പെങ്ങള. അച്ഛൻ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഈ ചേച്ചിയായിരുന്നു. വെറും 50 പവനും പിന്നെ വെള്ളം കിട്ടാത്ത 1.5 ഏക്കർ പാറി. അതാണ് ശ്രീധരാന്നും പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് തന്നത്. എന്നിട്ടിപ്പോ സേതുവേട്ടന് ബിസിനസ് തുടങ്ങാൻ ഒരു 5 ലക്ഷം ചോദിച്ചപ്പോ ഞാൻ മോശക്കാരിയായി. രാഷ്ട്രീയം കളിച്ചേ അച്ഛൻ സമ്പാദിച്ചത് മുഴുവൻ നീ ഒറ്റക്കങ്ങോട്ട് വിഴുങ്ങിയല്ലോ. അതീന്നുള്ള ഓഹരിയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ചാ മതി. വെള്ളം 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 കൂടി വെള്ളം കൂടി. കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ. തന്നില്ലെങ്കിൽ ആങ്ങളെ അമ്മ ഇവിടെ സമാധാനത്തോടെ കഴിയെന്ന് വിചാരിക്കണ്ട. പിന്നെ നീയും. സതിച്ചേച്ചി എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സേതുവളിയൻ സതിച്ചേച്ചിയുടെ ഭർത്താവ്. അളിയൻ പക്ഷെ പാവമായിരുന്നു. മനുഷ്യപ്പറ്റ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇതേപോലെ ഓരോന്നോരോന്നായി ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും. എന്നിട്ട് ഈ വീടിന് തീയിടും. മനുഷ്യപ്പറ്റ് പ്രകടിപ്പിക്കാൻ ഇതിലും നല്ല മാർഗം അളിയൻ അറിയില്ലായിരുന്നു. എന്റെ കാര്യത്തിൽ എന്താ ഏട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? അനിയത്തി ഗീത. ഏട്ടൻ എന്ന നിലയിൽ ഞാനായിരുന്നു അവളുടെ ആദർശ പുരുഷൻ. എന്ത്? എനിക്ക് വയസ്സ് 24 കഴിഞ്ഞു. അതെന്റെ കുറ്റമല്ലല്ലോ മോളെ. എന്റെ കൂടെ പഠിച്ചവരെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ കുട്ടികളുണ്ട്. ആലോചനകൾ വരാത്തതുകൊണ്ടല്ലോ ഗീതേ, നീ സമ്മതിക്കാത്തോണ്ടല്ലേ. എങ്ങനെ സമ്മതിക്കും? ചേച്ചിക്ക് 50 പവനും 1.5 ഏക്കറും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 75 പവൻ തീർത്ത് കിട്ടണം. അത് തരാനല്ല ഏട്ടന്റെ ഭാവമെങ്കിൽ മരിച്ചുപോയ അച്ഛനാണ് സത്യം. ഞാൻ ഒളിച്ചോടി പോവും. ആരുടെ കൂടെ? എത്രയോ പേരെന്റെ പുറകിന് നടക്കുന്നു. അതിലേതെങ്കിലും ഒരു കോന്തന്റെ കൂടെ. പക്ഷേ പിന്നീട് ഏട്ടനാണെന്നും പറഞ്ഞ് ഈ നാട്ടിൽ കൂടെ തല ഉയർത്തി നടക്കാമെന്ന് സ്വാമി വിവേകാനന്ദൻ വിചാരിക്കണ്ട. വിവേകേട്ടാ, എന്നെ മനസ്സിലായോ? നീയാ കോൺട്രാക്ടർ കൃഷ്ണന്റെ മോനല്ലേ? അതെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ വിവേകേട്ടനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. കണ്ടോളൂ. കണ്ടു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. വിവേകേട്ടൻ്റെ അനിയത്തി ഗീതയും ഞാനും തമ്മിൽ ഇഷ്ടത്തില്ല. 7 കൊല്ലായി ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട്. ഒരൊറ്റ പൈസ ശ്രീധരനില്ലാതെ ഗീത കെട്ടാൻ ഞാൻ റെഡിയാ. പക്ഷെ അവള് തയ്യാറല്ല. 75 പവൻ, അതിലൊരു ഗ്രാം കുറയാൻ സമ്മതിക്കില്ല. വിവേകേട്ടൻ ഈ തല കണ്ടോ? മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഗീത ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. 75 പവൻ ഉണ്ടാക്കാൻ ഏറ്റെടുക്കുന്ന ഓരോ ദിവസം കഴിയും തോറും അവശേഷിക്കുന്നതും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒടുക്കം പണ്ട ശരിയാവുമ്പോ ഗീതയെങ്ങാനും എന്നെ കെട്ടാൻ റെഡിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പോട്ടെ ഏട്ടാ. ഓ, അമ്മ. ഈ ലോകത്ത് അമ്മയ്ക്ക് മാത്രമായിരുന്നു എന്നെ ഇഷ്ടമില്ലാതിരുന്നത്. അമ്മയുടെ ഇഷ്ടക്കേട് ഓരോ ദിവസവും അമ്മ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു.
ഒന്നും കൂടി കഴിക്കും മോനെ. മതി മതി മതി, വയറ് നിറഞ്ഞു അമ്മേ. അതിന് നീ ഒന്നും തിന്നില്ലല്ലോ. പണ്ടൊക്കെ ഒറ്റ ഇരിപ്പിന് എത്ര ദോശ തിന്നാറുണ്ടായിരുന്നു നീ. അതൊക്കെ പണ്ടല്ലേ അമ്മേ. അന്നത്തെ വിവേകാനന്ദൻ അല്ലല്ലോ ഇന്നത്തെ വിവേകാനന്ദൻ. അത് ശരിയാ. ഇപ്പൊ നീ ഒരുപാട് മാറി. ഏത് നേരവും ഓട്ടം തന്നെയാ ഓട്ടം. അച്ഛൻ സമ്മാനിച്ച കടക്കാരിൽ നിന്നുള്ള ഓട്ടം, അമ്മ ഉദ്ദേശിച്ച ഓട്ടം ഇതായിരുന്നു. ഭഗവാനെ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. കരഞ്ഞു വിളിച്ചോ, രക്ഷിക്കും. പക്ഷേ അതിനു മുമ്പ് ഒന്ന് പരീക്ഷിക്കും. അതങ്ങോട്ട് കഴിഞ്ഞാൽ രക്ഷയായി. നാരായണ നാരായണ. രക്ഷപ്പെടലിന് മുമ്പൊരു പരീക്ഷണം. അങ്ങനെ ഒരു പരീക്ഷണവുമായിട്ടാണ് നജീബ് കേച്ചേരി എന്ന എന്റെ സുഹൃത്ത് വന്നത്. തന്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടും ദുരിതവും മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഈ അച്ഛനും പെങ്ങന്മാരും ഒക്കെ തന്ന കടങ്ങൾക്കും മനസമാധാനക്കേടിനും ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് സന്തോഷിക്കാൻ ഒന്നും ഒരു വകയും തന്നില്ലേ ഈശ്വരൻ? മനസ്സിലായില്ല സാർ. എടോ, തന്നെ ആരും ഇഷ്ടപ്പെട്ടില്ലേ എന്നാണ് ചോദ്യം. ഈ കണ്ട പ്രാരാബ്ദങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ ആരും കടന്നു വന്നില്ലേ തന്റെ ജീവിതത്തിലേക്ക്? ഉവ്വ് സർ, ഒരു പെൺകുട്ടി കടന്നു വന്നു. രൂപ. എന്നാൽ ഇനി ആ ഇഷ്ടത്തിന്റെ കഥ പറ സാർ. ആ നജീബ് കേച്ചേരി സൈക്കിളിൽ വന്നോണ്ടിരിക്കുക. അവൻ വന്നോട്ടെ, ആദ്യം ഇത് പറ. എന്നിട്ട് അവൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് രൂപയുടെ മൂല്യം കൂടിയോ അതോ കുറഞ്ഞോ? അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണല്ലോ സാർ രൂപയുടെ മൂല്യം എന്നും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ആരായിരുന്നു ആ അന്താരാഷ്ട്ര മാർക്കറ്റ് അഥവാ അമേരിക്ക? അവളുടെ ആങ്ങള സബ് ഇൻസ്പെക്ടർ അജിത് കുമാർ. അതെ, നീ നോക്കുന്ന പോലെ ആ കുട്ടിയെ നോക്കി ഒരുപാട് പേരെ എനിക്കറിയാം. അവരുടെ എല്ലാം അസ്ഥിവാരം ബുള്ളറ്റിൽ പോയി അവളുടെ ആ ചേട്ടൻ പോലീസ് ഇടിച്ച് കലക്കി. അത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ കടക്കാര് നിന്റെ ഒബ്ലാങ്കട്ട പൊട്ടിച്ച് ഓംലെറ്റ് അടിക്കാൻ നടക്കുക. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ ഹോം ഡിപ്പാർട്ട്മെന്റിനെ കൂടി ശത്രുവാക്കിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇല്ലല്ലോ. എന്നാ വേഗം വണ്ടി കയറി മണ്ട നോക്ക്. കേറ്. അങ്ങനെയാണ് ഞാൻ അവളെ മറക്കാൻ തീരുമാനിച്ചത്. അവളുടെ വീട്, അവള് കടന്നു പോകുന്ന വഴികൾ, അവളുടെ മ്യൂസിക് ക്ലാസ്. ഈ പരിസരങ്ങളിൽ ഒന്നും ചെല്ലാതിരിക്കാൻ മനഃപൂർവ്വം ഞാൻ ശ്രദ്ധിച്ചു. എവിടെ പോയി കിടക്കുന്നു? മണ്ടിപ്പെണ്ണെ പിടക്കമോ? വായിച്ചു പടി. ഓ പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കട്ടെ. കാശ് എന്നിട്ട് പോടോ. എങ്ങനെ? കാശ് എന്നെ മനസ്സിലായില്ല. ഒരു സാംസ്കാരിക പ്രവർത്തകനോട് കാശ് ചോദിക്കും. നാണമില്ല തനിക്ക്? കവി സമ്മേളനം നടത്തി ഈ കട ഞാൻ പൊട്ടിക്കും. പിന്നെ സാരമില്ല, തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കാശ് വെച്ചിട്ട് പോടും. അതെ, തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കി ഞാൻ നാളെ തരാം പ്ലീസ്. മേലാൽ ഇത് ആവർത്തിക്കരുത്. പാവം പേടിച്ചു പോയി. ഫോൺ കിട്ടി. 6000 രൂപ ഈ പണ്ടാരത്തിന് എണ്ണി കൊടുത്തത്. അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ ഒരാളുടെ ഒരു മാസത്തെ പലിശയെങ്കിലും കൊടുത്തു തീർക്കായിരുന്നു. വിവേകാനന്ദ, ഇത് ഗ്ലോബലൈസേഷന്റെ കാലമാ. ഇന്നത്തെ കാലത്ത് പ്രേമത്തിന് ചെലവ് കൂടും. പണ്ടത്തെ ഉണക്ക പ്രേമലേഖനത്തിന്റെ സ്ഥാനമാണ് ഇപ്പൊ ഈ മൊബൈൽ കൈയടക്കിയിരിക്കുന്നത്. അവിടെയാണ് എനിക്ക് സംശയം.
ഞങ്ങളൊന്നും നേരിട്ട് സംസാരിച്ചിട്ടില്ല. എന്തിന്, പരസ്പരം ഒന്നും നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് ഇതുപോലൊരു മൊബൈല് ആ കുട്ടിക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കാന്ന് എടാ, ഈ പ്രേമത്തിലെ മൊബൈൽ ഫോണിന്റെ പ്രസക്തിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ മൊബൈല് വെറും ഒരു മൊബൈൽ അല്ല, പിന്നെ ഇതൊരു ചോദ്യാവലിയാണ്. ക്വസ്റ്റ്യനെയർ. ചോദ്യം നമ്പർ 1, കുട്ടി മറ്റാരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നാണ് ഉത്തരമെങ്കിൽ ഈ മൊബൈൽ വാങ്ങാതെ അവൾ റിജക്ട് ചെയ്യും. അല്ല, അത് ശരിയാ. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലല്ലോ. മൂപ്പൽപ്പം കൂടുതലാണെങ്കിലും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ? അതിനെന്താ ഒരു വഴിയെന്ന് പറ. അത് നിന്റെ വായിലെ നാവിന്റെ മിടുക്കോലിരിക്കും. എന്നാ ഒരു കൈ നോക്കാം. വിവേകാനന്ദ, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രണയങ്ങളുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരുടെ കടമ. അതുകൊണ്ടാണ് ആദ്യം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പിന്നീട് ഞാനിതിന് കൂട്ടുന്നു. അതൊക്കെ പോട്ടെ, ഇനി ഈ ഗിഫ്റ്റ് അവൾക്ക് സമ്മാനിച്ചതിന് ശേഷം കണ്ടാ കാണാം. ഇവനിത് എന്തൊക്കെയായി പറയുന്നത്? ചേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ വന്നത് ചേട്ടനെ കാണാനല്ല, കുട്ടിയെ കാണാനാ. എന്നെ കാണാനോ? അതെ. എന്താ കാര്യം? കുട്ടിയെ സ്വന്തം ATM കാർഡിനേക്കാളും സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു. ഈ ഫോണിലെ ബ്ലൂടൂത്ത് വഴി അവന്റെ സ്നേഹം അവന് കുട്ടി അറിയിക്കണം. മനസ്സിലായില്ല? ദയവ് ചെയ്ത് സന്തോഷത്തോടെ അവൻ തന്നുവിട്ടിയ സമ്മാനം സ്വീകരിക്കണം. അതെ, പിന്നീട് എന്ത് സംഭവിച്ചു അതൊന്ന് പറ. എന്താണോ ഞാൻ ഭയന്നത് അത് തന്നെ സംഭവിച്ചു. ഈ മോഡലാണോ വാങ്ങിച്ചോണ്ട് വന്നേക്കണേ? ഒരു ഐഫോൺ വാങ്ങായിരുന്നില്ലേ? നോട്ട് ഐഫോൺ, യുവർ ഫോൺ. ഐഫോൺ. ഓ, ഫോൺ. അതൊക്കെ നമുക്ക് വാങ്ങിക്കാലോ. ആദ്യം കുട്ടി അവനൊന്ന് വിളിക്ക്, എന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറയൂ. ആ ഫോണിന്റെ പേരെന്താ പറഞ്ഞ? മൈഫോണോ? മൈഫോൺ അല്ല, ഐഫോൺ. അതന്നെ, ആ ഫോണൊക്കെ പറന്ന് വരൂ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ആ നമ്പർ ഒന്ന് പറഞ്ഞു. 98470 98470 42 63. അയ്യോ, നമസ്കാരം, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങളുടെ ക്ലബിന്റെ വക രാഷ്ട്രഭാഷാ ദിനാചരണം സാറൊന്ന് ഉദ്ഘാടിച്ചു തരണം. ഇടിച്ച് പരിമളക്കി തരാം, മറ്റൊന്നും എനിക്കറിയില്ല. എന്തുവാടി കേറിപ്പടയാത്ത? എന്നാ പിന്നെ ഗുസ്തി മത്സരം വരുമ്പോ വിളിക്കാം. കാറ്റ് പോയോ? ഒരു നമ്പർ ഏതാ? ലാസ്റ്റ് 1. 4. ഓക്കെ. 4? എന്റെ നമ്പർ അവസാനിക്കുന്ന 1-ലല്ലേ? വിവേകാനന്ദ, സാംസ്കാരിക പ്രവർത്തകർക്ക് തീരെ ബുദ്ധിയില്ലെന്നൊരു ആക്ഷേപം പണ്ടേ ചിലർ ഉന്നയിക്കാറുണ്ട്. അത് ശരി. അതിനൊരു അപവാദമാണ് ഞാൻ. ആ SI അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി നമ്മൾ കൊടുത്ത നമ്പറിന്റെ ഉടമയെ പൊക്കുന്നത് വിചാരിക്കുക. ആര് തൂങ്ങും? ഞാൻ തൂങ്ങും. അല്ല, അവൻ തൂങ്ങും. 4-ൽ അവസാനിക്കുന്ന നമ്പറുള്ള ആ ഹതഭാഗ്യൻ തൂങ്ങും. അല്ല, ചുരുക്കി പറഞ്ഞാൽ എന്റെ 6000 രൂപ പോയി നടത്താം. മഹത്തായ പ്രേമത്തിന്റെ ഇടയിൽ കാശിന്റെ കണക്ക് പറയല്ലേ വിവേകാനന്ദ? എങ്ങനെ പറയാതിരിക്കും? പോയത് എന്റെ അല്ലേ? അതൊക്കെ നമുക്ക് മുതലാക്കാം. ഒരാഴ്ച ഞാൻ സ്ഥലത്തില്ല. ലളിത ജീവിതത്തിന്റെ മഹാത്മത്തെ കുറിച്ച് പഠിക്കാൻ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ക്യാമ്പ് താജ് ഹോട്ടലില്. ക്യാമ്പ് കഴിഞ്ഞു വരുമ്പോ ഒരു തവണ കൂടി ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലും. എന്തിന്? എന്നിട്ട് അവളോട് പറയും ലാസ്റ്റ് ഡിജിറ്റ് 4 അല്ല 1 ആണെന്ന്. അപ്പൊ പിന്നെ ഞാൻ തൂങ്ങില്ലേ? നിങ്ങൾ ഒന്നാവുന്നതിന്റെ സിമ്പിൾ ആയിട്ട് ആ നമ്പർ അവള് ഹൃദയത്തിന്റെ മെമ്മറി കാർഡിൽ സേവ് ചെയ്യും. അതുവരെ നീ സ്വപ്നം കാണ്. സ്വപ്നത്തിലെങ്കിലും നീ അവളെ സ്വന്തമാക്കണ്ടേ വിവേകാനന്ദ. ഡ്രീം വിവേകാനന്ദ, ഡ്രീം. സിനിമയിലായിരുന്നെങ്കിൽ ശരിക്കൊരു പാട്ടിനുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇത്. പക്ഷെ ജീവിതത്തിൽ പാട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരാഴ്ചക്കാലം എന്നെ കടന്നുപോയത് ഇങ്ങനെയായിരുന്നു. അയ്യോ, കൂട്ടിട്ടിരിക്കേ. ചേട്ടാ, ഇവിടെ ആരുമില്ലേ? അവരിവിടെ ഇല്ലല്ലോ. എവിടെ പോയത്? 1 മാസമായി താമസം മാറി പോയിട്ട്. അയ്യോ, പോയി സർ, പോയി. ആ നാടും വീടും വിട്ടുപോയി. എന്തിനു പോയെന്നോ എവിടേക്ക് പോയെന്നോ എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല സർ. അന്വേഷിച്ചില്ലായിരുന്നോ? ഇല്ല സർ, നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ള വിവേകാനന്ദന്റെ ജീവിതത്തിൽ അതും ഒരു നഷ്ടം. കഷ്ടം.
ഞാൻ വിചാരിച്ചത് അവളെ തനിക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന. കിട്ടുമ്പോഴല്ല, നഷ്ടപ്പെടുമ്പോഴാ സാർ പ്രേമം അനശ്വരമാകുന്നത്. നജീബ് കേച്ചേരി എന്നെ ആശ്വസിപ്പിച്ചത് അങ്ങനെയായിരുന്നു. പറഞ്ഞ പോലെ അവൻ സൈക്കിളിൽ അതെ, വന്നോണ്ടിരിക്കുകയാണ് സർ. അല്ലേ? എന്തായി അവൻ പറഞ്ഞ മറ്റേ ഈ എന്തുവാ പുതിയ ഐഡിയ പരീക്ഷ? വിവേകാനന്ദ, നിന്റെ സമയം തെളിഞ്ഞു വിവേകാനന്ദ. 5 ലക്ഷം കൊടുക്കാത്തതിന്റെ പേരിൽ നീയുമായിട്ട് വഴക്കിട്ട് പോയി നിന്റെ അളിയനില്ലേ സേതു അളിയൻ, ആ അളിയന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്തിന്? എനിക്കാരും കാണണ്ട. അത് കാശ് ചോദിക്കാനല്ല, നിന്നെ സഹായിക്കാനാ. സഹായിക്കണോ? അതെ, നിന്റെ സ്ഥിതി ഇപ്പൊ മോശമാണെന്ന് അളിയൻ എങ്ങനെയോ അറിഞ്ഞു. എങ്ങനെ? അത് എന്തൊക്കെയായാലും നിന്റെ സ്വന്തം ചേച്ചിയുടെ സ്വന്തം കെട്ടിയോനല്ലേ, വിഷമം തോന്നാതിരിക്കോ? അത് ശരിയാ. മാത്രമല്ല അളിയന്റെ സാമ്പത്തിക നില ഗംഭീരമാണെന്ന് കേട്ടത്. ആണോ? ബിസിനസ് ഒക്കെ നല്ല നിലയിൽ ഇങ്ങനെ പോവാണെന്ന്. ഈശ്വര, അളിയൻ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായാ മതിയായിരുന്നു. വിവേകാനന്ദ, നീ പോണം. ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗ്യത്തെ സൈലന്റ് മോഡിലിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കല്ലേ വിവേകാനന്ദ. ഒന്നും പറയണ്ട, നീ ആ വലത് കാലം വെച്ചിട്ട് അങ്ങോട്ട് കയറി. എന്താ സെറ്റപ്പ്? നമസ്കാരം. ഈ സേതുമാധവൻ 105. ഓ താങ്ക് യു. നീ വാ. ഓ എന്താ? എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ അനിയൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്ക് എന്ത് പറ്റിയടാ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അളിയൻ ഏട്ടനും ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ ഇരിക്കേ. ഇവർക്ക് എന്താ ഏട്ടാ, കേട്ടോ മിസ്റ്റർ കേച്ചേരി, സാംസ്കാരിക പ്രവർത്തകൻ. ആ കേച്ചേരി, വിവേകാനന്ദൻ എന്നോട് ദേഷ്യം കാണും. ചോദിച്ച കാശ് തരാതായപ്പോ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചിറങ്ങിപ്പോയ ആളല്ലേ ഞാൻ. അത് ഏട്ടന്റെ കുറ്റമല്ലടാ, എന്റെ പൊട്ടബുദ്ധി തോന്നിയ ആശയമായിരുന്നു ഈ അതൊന്നും തല്ലിപ്പൊട്ടിക്കല്. സാരില്ല. അതുകൊണ്ടെന്താ വിവേകാനന്ദ, ഓ ചോദിച്ച കാശ് കിട്ടാതായ വാശിക്ക് ഞാൻ കഠിനമായി അധ്വാനിച്ചു. ഇപ്പൊ ഒരു വലിയ വ്യവസായശാലയുടെ ഉടമയായി. പക്ഷെ പറഞ്ഞിട്ടെന്താ, എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നെത്തിച്ചില്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ആശുപത്രിയിലായിരുന്നു. ഒരു ഹാർട്ട് അറ്റാക്ക്. ഉടനെ തന്നെ ഒരു ബൈപ്പാസ് വേണ്ടി വരുമെന്ന ഡോക്ടർ പറയുന്നത്. അതിനളിയൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുമതല ഞാൻ ഇന്നു മുതൽ അളിയനെ ഏൽപ്പിക്കുകയാണ്. അതേന്ന് കുട്ടികളില്ലാത്ത എനിക്ക് വേണ്ടി അളിയനെല്ലാം സ്വന്തം പോലെ നോക്കി നടത്തണം. നാളെ ക്ലയൻസിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഏട്ടൻ. അവിടെ വെച്ച് അളിയന്റെ നിയമനം ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഹലോ. ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അളിയൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ കഴിവിന്റെ പരമാവധി ഉത്സാഹിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ എന്നാൽ ആവും വിധം പൂർത്തിയാക്കുമെന്ന് ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. താങ്ക് യു. താങ്ക് യു. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൻ സ്നേഹമുള്ളവനാണെന്ന്. എല്ലാം എന്റെ മോന്റെ ഭാഗ്യം. ഏട്ടാ, കമ്പനി നോക്കുന്ന ആളാവുമ്പോ താമസിക്കാൻ വലിയ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഓ, ക്വാർട്ടേഴ്സ് അല്ലടി, വില്ല. അങ്ങോട്ട് താമസം മാറാൻ നല്ലൊരു മുഹൂർത്തം നോക്കാൻ പറഞ്ഞിരിക്കുക കണിയാരോട്. പോകുമ്പോ ഞങ്ങളെയും കൂടി കൊണ്ടുപോയില്ലേ? അതെന്ത് വർത്താനാടി. എനിക്കൊരു സന്തോഷം വരുമ്പോ നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്താടി അതിലൊരു പിന്നെ. അമ്മ ഒന്ന് വേഗം ആവട്ടെ. ഡ്രൈവർ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പൂട്ടിപ്പോയ കമ്പനിയിൽ എന്തിനാ സാറേ ആള് വരുന്നത്? പൂട്ടിപ്പോയ കമ്പനിയോ? അതെ, ഈ കമ്പനി ലോക്കൗട്ട് ചെയ്തിട്ട് 3 മാസമായി. അങ്ങനെ വരാൻ വഴിയില്ല. ഞങ്ങൾ അറിയാതെ ഇങ്ങനെ ഒരു കമ്പനി പൂട്ടില്ലല്ലോ. അതെന്താ? ഞങ്ങളല്ലേ പൂട്ടിക്കുന്നത്. നീ തമാശ കളയാതെ അളിയനൊന്ന് വിളിച്ചേ. നമസ്കാരം. 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 എന്താ നിലവിലില്ല? നമസ്കാരം. എന്നെ ആദ്യം സെറ്റിൽ ചെയ്തേക്ക്. സേതുവിന് ആദ്യം കടം കൊടുക്കുന്ന ഞാനാ. ഞങ്ങളും ആദ്യം കടം കൊടുത്ത കൂട്ടത്തിലുള്ളതാ. ബഹളം വേണ്ട. എല്ലാവർക്കും കാശ് തരാനല്ലേ സേതുവിന്റെ അളിയുണ്ടോ വന്ന് നിൽക്കുന്നേ. അപ്പൊ തുടങ്ങല്ലേ. എന്ത് കാശ് വിതരണം? സേതു ഞങ്ങൾക്ക് തരാനുള്ള കാശ് അന്ന് തരാമെന്നേറ്റ കാര്യം അളിയൻ എത്ര പെട്ടെന്ന് മറന്നോ? മിണ്ടിയും പറഞ്ഞു നിൽക്കാതെ വേഗം കാര്യം തീർത്ത് വിടുവായി. ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഒരു മിനിറ്റ്. എടാ, കാര്യങ്ങൾ കൈവിട്ടു പോയിന്നാ തോന്നുന്നത്. നീ ആ സേതു അളിയന്റെ നമ്പറിലേക്ക് ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. നമ്പർ നിലവിലില്ലെന്ന്. നിന്നെ ഇതുപോലൊരു പുലിക്കുട്ടി പെടുത്തിയിട്ട് അളിയൻ മുങ്ങിന്നാ തോന്നുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും?
ഈ കൂടി നിൽക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇതിനു മുമ്പ് ഇത്തരം ആളുകളോട് എന്ത് സമാധാനാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ പറയും. ഇനി എന്നെ ഓടിക്കരുത്. ഞാൻ ചാടും. ഞാൻ ചാടും. ഞാൻ ചാടും. ഇതിപ്പോ കഷ്ടകാലം പിടിച്ചവൻ കല്യാണം കഴിച്ചപ്പോ പെട്രോൾ വണ്ടി സ്ത്രീധനം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ആയി നിന്റെ അത് അവസ്ഥ. തന്നെ.